ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉമ്മ. ഇനിയിപ്പോൾ അമ്മ ഒരു തെറ്റന്നെ ചെയ്തു എന്ന് വെച്ചോ, തുടക്കം തന്നെ പറയണം. അപ്പോൾ എന്ത് തെറ്റ്, എന്തിനാദ്യം തന്നെ തെറ്റ് ചെയ്തോ ചോദിക്കണ് അല്ലേ? അതല്ല നമ്മുടെ കണ്ണിങ്ങനെ ആയത്, വേറൊന്നുമല്ല. ഇപ്പം അമ്മയ്ക്ക് 1 വയസ്സായിട്ടുള്ളൂ, ഒരേ 1 വയസ്സ്. എന്ന് വെച്ചാ ഞാനല്ല മണ്ടൻ, ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് 1 കൊല്ലമായി. അപ്പോൾ 1 കൊല്ലമായ ഇന്നാൾ എല്ലാവരും അമ്മേനോട് പറഞ്ഞില്ലേ, വാഴ്ത്തുക്കൾ പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ ഒരു ഉപമയായിട്ട് പറയാണ്, 1 വയസ്സായ കുട്ടിയാണ് അമ്മ. അപ്പം അവർ വിചാരിക്കും 1 വയസ്സായ കുട്ടിക്ക് ഇത്രയും വലിയൊരു കുട്ടി 1 വയസ്സിൻ്റെ എവിടെയുള്ളത്? മനുഷ്യകുലത്തിൽ ഇങ്ങനെ പറഞ്ഞുണ്ടോ? ഇത്രയും വലുപ്പത്തിൽ 1 വയസ്സായ കുട്ടിയൊക്കെ ഇങ്ങനെ എണിച്ച് നിന്ന് അടുക്കള വന്ന് നിൽക്കുകയാണെങ്കിൽ എന്താ കഥ? ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുക. അപ്പോൾ ഡിനോസറിൻ്റെ കുട്ടിയാണോ? ഞാനല്ല, ചിലരങ്ങനെ മെസ്സേജായിട്ട് ചോദിക്കുക, ഇതെന്താ ഡിനോസറിൻ്റെ കുട്ടിയോ? 1 വയസ്സിൽ ഇത്രയും വലുപ്പത്തിൽ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ അതൊന്നും അല്ല. അങ്ങനെയൊന്നും കേൾക്കൂ, ഞാൻ പറയുകയാണ്, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ അങ്ങനെയൊന്നും എൻ്റെ അമ്മേനെ പറയരുത്. അത് ഡിനോസറിൻ്റെ കുട്ടിയൊന്നും അല്ല, ജിറാഫയുടെ കുട്ടിയല്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതാരാന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു രാമായണ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ചിന്തയില്ലാണ്ട് കടന്നുറങ്ങുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, കുംഭകർണൻ. വെറുതെ അതിനെ പലഹാരം കാണിച്ച് എണിപ്പിച്ചില്ലേ, ആ കുംഭകർണൻ കാലങ്ങൾക്ക് ശേഷം കലിയുഗത്തിൽ ജനിച്ച അമ്പുകർണിയാണ്. പ്രതീക്ഷിച്ചില്ല അല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതിനെന്തായാലും നിനക്ക് ഈ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. നിന്നെ വിടുന്ന പ്രശ്നമല്ലേ, എന്താവാൻ പറയുക, എന്താവാൻ ചെയ്യാന്നൊരു പിടിയില്ല. രാമായണ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോ അന്നത്തെ ഏറ്റവും മഹത്തായ കഥാപാത്രത്തിന് എന്നോട് കമ്പയർ ചെയ്യാനായിരിക്കും. അവൻ എന്തോ ചരിത്രം പറയാണ്. ഉണ്ടല്ലോ. ഒരു സിമ്പിൾ മീൻ വറ്റിച്ചത്. ഇപ്പൊ ആൾക്കാർ ചോദിക്കും, ഇപ്പൊ ആൾക്കാർ 2 ചോദ്യങ്ങൾ ചോദിക്കും. മാസത്തിൽ 3 ഭാഷയെങ്കിൽ ഈ മത്തിമീൻ മേടിക്കണ്ടല്ലോ എൻ്റെ അമ്പു, അതിന്റെ പകരം പിന്നെ എന്തോ ഒരു കൂട്ടാനത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യം, പുഴമീൻ നിന്നില്ല, വേറെ എന്തൊക്കെ മീനുകളൊന്നും വേണ്ട, പിന്നെ എന്തെങ്കിലും ഒന്ന് വെക്കട്ടെ. പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കും, എന്ത് കറി വെക്കണം? പണ്ടെൻ്റെ അമ്മ എന്ന് പറയും. അമ്മ പഠിച്ചത് തന്നെയല്ലേ, പഠിക്കുക പറഞ്ഞ അവര് ചെയ്യുന്നത് കണ്ട ഓർമ്മയിൽ നിന്നാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ചോദിക്കുന്ന ഓരോ കുസൃതി ചോദ്യങ്ങളും ഇങ്ങനെ കുത്തി ചോദിക്കണതും കളിയാക്കണതൊക്കെ എൻ്റെ അമ്മ എനിക്ക് നിന്നെ പോലെ ഒന്നും ചെയ്യണത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യണത്. ഇപ്പൊ അമ്മയുടെ അമ്മ വാത പഠിച്ചോന്ന് പറഞ്ഞിട്ടൊന്നല്ല കാണിച്ചു തന്നത്. നമുക്ക് ഒന്നും കാണിച്ചില്ല, നമ്മുടെ മൈൻഡേ പോയി. കുമ്പി, പച്ചമുളക്, പച്ചമുളക് ഇട്ടു. ഇനിയിപ്പോ ഇഞ്ചി ഇട്ടു. ഇതിനധികം ഒന്നും വേണ്ട. പിന്നെ കണ്ടില്ലേ, ഉണക്കമുളക് മഞ്ഞൾ മാത്രം അരച്ചതാണ് കേട്ടോ. അപ്പൊ അതും ഇട്ട് കൊടുക്കാം. എണ്ണയിൽ മാറ്റുക അങ്ങനെയൊന്നും വേണ്ട. ഇപ്പൊ അമ്മയുടെ ടൈമിങ്സ് തെറ്റിപ്പോവാൻ കാരണം എന്താ പറഞ്ഞ, പെട്ടെന്ന് ഞാൻ ഈ കുംഭകർണിയുടെ പുനർജന്മ ഓരോന്ന് പറയുമ്പോ എന്റെ ശ്രദ്ധ എന്നോട് അങ്ങനെ സോറി ഒന്നും പറയാം. ഇപ്പൊ ഇതിന് കൂടുതൽ നിന്നോടല്ല, ഞാൻ അവരോടാ പറഞ്ഞു. എന്താ പറയാ, ഇതിന് കൂടുതൽ ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഇഞ്ചി പച്ചമുളകും, സബോള ഇല്ല, ഉള്ളി ഇല്ല, വെളുത്തുള്ളി ഇല്ല, അങ്ങനെ ഒന്നും അത്രയ്ക്ക് ദാരിദ്ര്യാണ്. അതല്ല, ഇതിന് അതൊന്നും വേണ്ട. അങ്ങനെ കൂടുതലൊന്നും വേണ്ടാന്ന് പറയരുത്. അല്ല, കൂടുതലൊന്നുമില്ല എന്ന് പറഞ്ഞു ചോദിച്ചാണ്. പുളി, അത് ആളംപുളി ആണെങ്കിലും കുടംപുളി ആണെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നമുക്ക്. ഇനി പുള്ളിപ്പുളി ആണെങ്കിലും കുഴപ്പമില്ല, വേണം കയ്യിലിടാൻ, നമുക്ക് കിട്ടില്ല. പിന്നെ ഈ മീനും അതുപോലെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മാസത്തില് 3 ഭാഷയെങ്കിലും ചാള മത്തി അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട, ബാക്കിയാണെന്നും വിചാരിക്കേണ്ട, ബാക്കിയാക്കില്ല. അതൊക്കെ ബാക്കിയാവും. ആ കറിവേപ്പിലൊക്കെ ഒരു ബലം ഉണ്ടല്ലോ പറയുമ്പോ. ഉപ്പ് ഇത് കല്ലുപ്പൊന്നും കൂടി പറയണം. കല്ലുപ്പൊന്നും പറയണം, അത് കണ്ടാൽ തന്നെ അറിയും കല്ലുപ്പാണ്. ഓക്കെ, ഇത്ര വേണ്ടു. ചിലപ്പോ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്, കേട്ടിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യും? ഇതിലിപ്പോ ഞാൻ എന്തായിട്ട് പച്ചമുളക്, ഇഞ്ചി,
മുളകും മഞ്ഞളും കൂടി അരച്ചതും കറിവേപ്പിലയും മീനും ഉപ്പും അത്രേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ട. ഇത് എന്നിട്ട് അവസാനം കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുത്താൽ അല്ല. ഇതിപ്പോ പ്രത്യേകിച്ച് അമ്മ ഇതിലിപ്പോ ഞാൻ എന്താട്ട് നോക്കും, ഞങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് ഓർമ്മ. അത് കണ്ടില്ല. അപ്പൊ അമ്മ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണത് ഇതിലിപ്പോ ഞാൻ എന്താട്ട് അമ്മയ്ക്ക് മറന്നുപോയിട്ടാണോ അത് ഞങ്ങൾക്ക് ഓർമ്മ വരട്ടെ പറഞ്ഞിട്ടാണോ? അതല്ല, നീ ഓരോന്ന് പറയുമ്പോ ഇതിപ്പോ കുറച്ച് സാധനങ്ങളുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റി. നീ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഞാനത് എന്തൊക്കെയാ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട് മറക്കുകയാണ്. എന്റെ ബുദ്ധൂസേ. എന്നാ എന്റെ ബുദ്ധൂസായ അമ്മ ഞാൻ ചോദ്യം ചോദിക്കട്ടെ വീണ്ടും. ചെക്കൻ തുടങ്ങി ഒരു സമാധാനം എന്ന് പറയണത് എനിക്ക് തരില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒരു കഥ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുക, ഒരു ബുദ്ധി ഇട്ടുന്ന എങ്ങനെയെങ്കിലും ആൾക്കാരുടെ മുമ്പത്ത് രക്ഷപ്പെട്ടു പോവാന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ബുദ്ധീൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബുദ്ധിയുണ്ടോ ചെക്ക് ചെയ്യാറ് ചെക്കനോട് നിൽക്കുന്നുണ്ട്. ആരാ ഇവനെ ഏർപ്പാട് ചെയ്തത്? ആവശ്യമില്ലാത്ത ഇതുവരെ ഞാൻ ചോദിച്ചിട്ടുണ്ടമ്മ. ചോദിച്ച അമ്മ എന്നെ ഇടിക്കോ? അത്രല്ലേ ഉള്ളൂ. ഇടിക്കാൻ നമുക്ക് വയ്യല്ലോ. നമ്മുടെ കൈ കൊണ്ട് ഇടിച്ചാൽ എനിക്ക് വേനിക്കോ? അതന്നെ, അത് നന്നായി. അപ്പളേ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ക്ഷീറാപ്പൊക്കെ ഒലിച്ച് നടക്കണ നമ്മുടെ പ്രായം ഉണ്ടല്ലോ. എന്റെ അമ്മ എന്ന് വെച്ചാൽ അമ്മേനോട് ചോദിക്കുമ്പോ അമ്മയുടെ ചീറാപ്പ് ഒലിച്ച് വെക്കണ കാര്യമല്ലേ ചോദിക്കാൻ പറ്റില്ല. എന്റെ അനിയനൊക്കെ വലിച്ചെടുക്കാൻ പറ്റുമോ? അല്ല, അമ്മയുടെ ബാല്യകാലം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു ബാല്യകാലം ഉണ്ടാവും. അപ്പോൾ ബാല്യകാലത്ത് അമ്മയ്ക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. ആ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുന്ന കാലഘട്ടത്ത് പിന്നീട് നമ്മുടെ ജീവിത അവസാനം വരെ, നമ്മുടെ ശ്വാസം പോണ കാലം വരെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവും. എന്നുവെച്ചാൽ ബാല്യകാലത്ത് നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവും. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വേറെ വീട്ടിലേക്ക് സ്വാഭാവികമായിട്ടും പെൺകുട്ടികളാകുമ്പോൾ അവർ വേറെ സ്ഥലത്തൊക്കെ പോവും. അവിടെ ആണ്ടിയാവും, അമ്മമ്മയാവും, അച്ചമ്മയാവും, അങ്ങനെ ഓരോന്നൊക്കെ ആയി കഴിയുമ്പോൾ ഇവർക്കായിട്ട് വലിയ സമ്പർക്കങ്ങളൊന്നും ഇങ്ങനെ എപ്പോഴും വെച്ചിരിക്കാൻ നമുക്ക് സാധിക്കില്ല. എപ്പോഴെങ്കിലും ഫോണിൽ കൂടെ ഒരു വിളിയോ പണ്ടത്തെ പോലെ എന്താ ആണ്ടി എന്നൊക്കെ പറയാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും നിനക്ക് സുഖമാണോ, എനിക്ക് സുഖമാണോ, നിന്റെ മരുമോട് എങ്ങനെയുണ്ട്, നല്ലവരാണോ, നീ അവളെ ദ്രോഹിക്കാണ്ടോ, അവൾ നിന്നെ ദ്രോഹിക്കാണ്ടോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളിങ്ങനെ അത്രയ്ക്കൊക്കെ നിർത്തും. അപ്പോൾ പിന്നീട് നിങ്ങളുടെ ശ്വാസമുള്ള കാലം വരെ നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടാവും. ആ സുഹൃത്ത് ആരാണ്, എങ്ങനെ ഉണ്ടാവും, എന്താണ്? ആ സുഹൃത്ത് എൻ്റെ ഭർത്താവ്, അതായത് നിന്റെ അച്ഛൻ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാമല്ലോ. രണ്ടുപേരും, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും സുഹൃത്ത്. അവരല്ല, അല്ലാണ്ട് വേറെ ആരും ഉണ്ടാവില്ല. അതെന്താ പറഞ്ഞാൽ നല്ല ദാമ്പത്യമാണെങ്കിൽ അത് തന്നെയാണ്. പിന്നെ അതില് പല വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്തിട്ടാണെങ്കിലും കൂടി തമ്മിൽ എന്തെങ്കിലുമൊക്കെ വാക്തർക്കങ്ങൾ ഉണ്ടാവാം, പിണക്കങ്ങൾ ഉണ്ടാവാം, ഇണക്കങ്ങൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ആണെങ്കിലും കൂടി നമുക്ക് പിന്നെ ജീവിത അവസാനം വരെ അവർ തന്നെയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ തന്നെ എന്തെന്നെ ചെയ്താലും നിങ്ങളെ വീണ്ടും വീണ്ടും തേടി വരുന്നവർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ ചെയ്തോളൂ, എത്ര തന്നെ നിങ്ങൾ വെറുത്തോളൂ, ഇതാക്കിക്കോളൂ, എന്ത് ചെയ്താലും വീണ്ടും നിങ്ങളെ തേടി വരുന്നവർ എന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പോൾ ചീത്ത പറഞ്ഞാലും നിങ്ങൾ എന്തെന്നെ നിങ്ങൾ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും വീണ്ടും നിങ്ങളേക്ക് തേടി എത്തുന്ന ചില മനുഷ്യരുണ്ടാവും. അവരാരാണ്? അതിപ്പോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയും അവർ തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്താലും തേടി വരാൻ ഉണ്ടായിരുന്നത് അവർ തന്നെയാണ്. എൻ്റെ അനുഭവത്തിൽ അതാണ്. ഉറപ്പാണ്. നിനക്കാ? ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെന്നെ ചെയ്താലും ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഭിക്ഷക്കാർ വീട്ടിൻ്റെ ഉമ്മർത്ത് വരുമ്പോൾ സത്യമായിട്ടും പറയാട്ടോ, അവർ നമ്മളെ ആട്ടി ഓടിക്കില്ലേ? അത്രത്തോളം നമ്മൾ കുറ്റം പെടുത്തിയാലും, അത്രത്തോളം അവരെ ചൂഷണം ചെയ്താലും, അവരുടെ മനസ്സ് വിഷമിച്ചാലും, അവർ നമ്മളെ അറിയാണ്ടൊന്ന് കരഞ്ഞാലും വീണ്ടും ഈ ഭിക്ഷ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്തറിയോ? വീണ്ടും ആ വാത്സല്യത്തിൻ്റെ ഒരു ചെറിയൊരു ആ സ്നേഹത്തിൻ്റെ എൻ്റെയാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, എന്നിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറഞ്ഞത് വീണ്ടും വീണ്ടും ക്ഷമിച്ചു വരുന്ന ദിവ്യ ആത്മാക്കൾ അവർ മാത്രമേ ഉള്ളൂ. കറക്റ്റാണ്. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് ചില മനുഷ്യർക്ക് തോന്നുന്ന നിമിഷം എന്ന് വെച്ചാൽ ജീവിതത്തിൽ അവർക്ക് അങ്ങനെ തോന്നിപ്പോവും, ഞാൻ തോറ്റുപോയി, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണമായിട്ടൊരു ശൂന്യമായി പോയി, തോറ്റുപോയി എന്ന് തോന്നുന്ന മനുഷ്യർ ആരാണ്? അതെന്താണെന്ന് അറിയോ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇപ്പം ഞാൻ തന്നെ എക്സാമ്പിൾ പറയുകയാണ്. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ആണെന്നല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ, ഞാനോ അച്ഛനോ ഒക്കെ രണ്ടുപേരും തുല്യരല്ലേ. അച്ഛനോ എന്നെ പറയുമ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, ഒരു കുടുംബം കൊണ്ടു നടക്കുമ്പോൾ
രണ്ടുപേരും വേണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ടാവും. ഈ കുടുംബത്തിന് വേണ്ടിയൊക്കെയാണ് എല്ലാം നമ്മൾ ചെയ്യുക. ആ സമയത്ത് നമ്മുടെ കുടുംബം ഒരു ഒത്തൊരുമയില്ലാണ്ടും സ്നേഹമില്ലാണ്ടും നമ്മളെ മനസ്സിലാക്കാണ്ടും ആ ഒരു സന്ദർഭം ഉണ്ടാവില്ലേ, ആ ഒരു ജീവിതം, അതാണ് അപ്പോഴാണ് നമുക്ക് ജീവിതത്തിനോടുള്ള, നീ പറഞ്ഞില്ലേ, അതുപോലെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകും. ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സ് മറപ്പിച്ച് പോയ ചില മനുഷ്യരുണ്ട്. എങ്ങനെയാണ് മെഴുകുതിരി പോലെ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകി വിട്ടുവീഴ്ചകൾ ചെയ്ത്, എന്തെന്നെ പറഞ്ഞാലും വിട്ടുവീഴ്ചകൾ ചെയ്ത് എൻ്റെ കുടുംബത്തിനെക്കാട്ടിലും വലുതായി എനിക്ക് ഈ ലോകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുടുംബം തന്നെയാണ് വലുത്, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും കുടുംബത്തിന് വേണ്ടി ചിലവാക്കിയതിന് ശേഷം അവസാനം പുതുതായിട്ട് കയറി വരുന്ന ചില അതിഥികൾ, പുതുതായിട്ട് വീട്ടിൽ ജനിക്കുന്ന ചില കുഞ്ഞുങ്ങൾ, അവരൊക്കെ വലുതാവുമ്പോൾ ഇവർക്കൊരു വാർദ്ധക്യ കാലമൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം അവൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, എൻ്റെ കുടുംബം, അതാണ് എൻ്റെ സർവസ്വം, അതാണ് എൻ്റെ സാമ്രാജ്യം എന്ന് വിചാരിച്ച ആൾക്കാർ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു നിമിഷം, അന്നാണ് മനുഷ്യൻ ജീവിതത്തിൽ യഥാർത്ഥമായി തോറ്റുപോണത്. ഫോർ എക്സാമ്പിൾ, ഒരു ആനയെ നിങ്ങളൊന്ന് കണക്കൂട്ടിക്കോളൂ. വലിയൊരു ആന നിൽക്കുകയാണ്, ആനയുടെ മുമ്പത്ത് നായ, പട്ടി, പന്നി, ഞങ്ങളൊക്കെ ചെറിയ സംഭവങ്ങളാണ്. അതിനെക്കാട്ടിലും ഏറ്റവും ചെറുതാണല്ലോ ഒരു ഉറുമ്പ്. ആ ഒരു ഉറുമ്പ് തുമ്പിക്കൈയിൽ കയറിയ ആനയുടെ കാര്യം കഴിഞ്ഞോ? ആന ശ്വാസം മുട്ടി മരിക്കുമോ? അതുപോലെയാണ് ഈ മനുഷ്യർ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ ത്യാഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ചെറിയൊരു കുത്തുവാക്കുകൾ കേൾക്കില്ലേ, അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ശ്വാസം പെടഞ്ഞു പോകുന്ന വേദനയായിരിക്കും. ഈ വലിയൊരു ആനയ്ക്കൊരു ചെറിയ ഉറുമ്പ് മതി എന്ന് പറയണ പോലെ ശ്വാസം നിന്ന് പോകുന്ന ഒരു വേദനയായിരിക്കും അവർ. കാരണം അവർ സമർപ്പിച്ചതാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്. ഈ കുടുംബം അല്ലാണ്ട് അവരൊരു ലോകമല്ലേ, ഈ ലോകം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എന്നെന്നും എൻ്റെ ഒപ്പം ഉണ്ടാകുന്നത്. ആ ചിന്ത മാറുമ്പോൾ എന്ന് വെച്ചാൽ പുതിയ തലമുറകൾ വരുമ്പോൾ, പുതിയ ആൾക്കാർ അതിഥികളായി വീട്ടിലേക്ക് വരുമ്പോൾ അവർ നമ്മുടെ വിലയില്ലാണ്ടായി പോകുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് വർഷം ഗൾഫ് രാജ്യങ്ങളിലും അവിടെ എവിടെയും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കാലം ബുദ്ധിമുട്ടി എനിക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ജീവിക്കണം എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്ന ചില നല്ല മനുഷ്യർ, അവർക്ക് വേണമെങ്കിൽ അവർക്കത് മറന്നിട്ട് വേണമെങ്കിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക. പക്ഷെ അതല്ല, ഇതും കൂടി എൻ്റെ ഭാഗമാണ് വന്ന് ജീവിച്ചൊരു അവസാനം ഒരു വയസ്സാവണ കാലത്ത് ആ സമ്പാദ്യമൊക്കെ കഴിഞ്ഞ് ആ ഗൾഫിൽ നിന്ന് അവർക്ക് വയസ്സായത് വന്ന് തിരിച്ചു വരുന്ന കാലത്ത് ഇത്രയും കാലം അവരുടെ പൊന്നാണ്, തേനാണ്, മാനാണെന്ന് പറഞ്ഞിരുന്ന അതേ ജനങ്ങൾ അവരെ ബഹുമാനിക്കാണ്ട് പോകുന്ന ആ നിമിഷം. എത്രയോ വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കി ഒന്നും അല്ലാണ്ടായ വട്ടപ്പൂജായ ഒരുപാട് പേരുടെ ചരിത്രമുണ്ട്. അതൊക്കെയാണ് മനുഷ്യൻ്റെ കണ്ണുകൾ നിറയുന്നതും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വീട്ടിലുള്ളവരെന്ന് വെച്ചാൽ പുതുതായിട്ട് കയറി വരുന്ന അതിഥിക്ക് അറിയില്ല. അതിഥി എന്ന് പറഞ്ഞാൽ ഒരു മകൻ കല്യാണം കഴിച്ച ഭാര്യയാവാം, അല്ലെങ്കിൽ ഒരു മകൾ കല്യാണം കഴിച്ച ഭർത്താവാവാം, അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. അതുപോലെ പുതുതായിട്ട് നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ വലുതായി വരുമ്പോൾ ഇത് ആരാണെന്ന് പറയുമ്പോൾ അവർക്കുള്ളൊരു ബഹുമതി കൊടുക്കേണ്ട ആ വീട്ടിലുള്ള വ്യക്തികളാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നു. നമ്മൾ ഈ ചരിത്രത്തിൻ്റെ കഥയൊക്കെ പറയില്ലേ, അതുപോലെ ഓരോ വീട്ടിനും ഒരു ചരിത്രമുണ്ട്. ഓരോ വീട്ടിനും ഒരു അക്ഷരം കൊണ്ട് എഴുതാത്ത മനസ്സുകൊണ്ട് കുറിച്ച് വെച്ച ചരിത്രമുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ വ്യക്തി ഇങ്ങനെയായിരുന്നു, ഈ വ്യക്തി കുടുംബത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചെറിയ കഥകൾ അവർക്ക് ബുദ്ധി ഉണ്ടാവണ കാലത്ത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്നെന്നും അവരോടൊരു ബഹുമാനം ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില മനുഷ്യർ സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൻ്റെ വിളക്കാണ് അവരെന്ന് വെച്ചാൽ വിളക്കാണ്. അതിൽ പ്രത്യേകിച്ചും പറയാമല്ലോ, ഒരു മക്കളെ വലുതാക്കാൻ വേണ്ടി, ഒരു മക്കളുടെ സന്തോഷത്തിന് വേണ്ടി, എല്ലാത്തിനും വേണ്ടി പോരാടുന്ന അച്ഛനമ്മയുണ്ട്. ചില ഏട്ടനുണ്ടാവാം, അനിയനുണ്ടാവാം, ചേച്ചി ഉണ്ടാവാം, ഒരു ഓപ്പോളെന്ന് വിളിക്കുന്ന ഒരു ചേച്ചി ഉണ്ടാവാം. ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും അവിടെ ഒരു ഓപ്പോളായിരിക്കും. അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ സ്ഥാനം കൊടുക്കുന്ന ഒരു ചേച്ചിയായിരിക്കും. ആ ചേച്ചിയുടെ മനസ്സ് മുഴുവനും ഞാൻ അമ്മയാണെന്നെൻ്റെ ചിന്തയായിരിക്കും. അങ്ങനെ പലരുമുണ്ട്. അങ്ങനെ ദിവ്യത്വം നിറഞ്ഞ, അങ്ങനെ സ്നേഹം നിറഞ്ഞ, നന്മ മരങ്ങളെന്ന് പറഞ്ഞ നന്മ നിറഞ്ഞ ചില മനുഷ്യരാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ വീട്ടിലും ദൈവങ്ങൾ, അല്ലേ? ശരിയല്ലേ? അതുപോലെ അമ്മേനോട് ചോദിക്കണ ഒരേ ഒരു ചോദ്യം കൂടി ബാക്കിയായിട്ട്, ഒരൊറ്റ ചോദ്യം, ഓൺലി വൺ ക്വസ്റ്റ്യൻ. അമ്മയോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ പ്രൈമറി സ്കൂൾ ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഫസ്റ്റ് ഫ്രണ്ടും അവസാന ശല്യമായി മാറുന്നവർ എന്ന് വെച്ചാൽ, ഒന്നും കൂടി പറഞ്ഞുതരാം, നമുക്ക് അവരില്ലാത്ത ലോകമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും അവർ വേണം. നമ്മുടെ ഭംഗിയുണ്ടോയെന്ന് ചോദിക്കാൻ അവർ വേണം, നമ്മൾ ഇട്ട വസ്ത്രം നന്നായിട്ടുണ്ടോയെന്ന് ചോദിക്കാൻ അവർ വേണം, നമ്മുടെ ഇഷ്ടങ്ങൾ എന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവർ കൊണ്ട് ചെയ്യിക്കാൻ അവർ വേണം. പക്ഷെ അത് കഴിഞ്ഞ് അവർക്കൊരൊറ്റ പേരാണല്ലോ, അവരെന്ത് മിണ്ടിയാലും ശല്യമാണെന്ന് പറയും. ആരാണ്? വെരി ഗുഡ്. അത് മാത്രം ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. കാരണം എന്താ അറിയോ, ഇപ്പം അമ്മമാർ ആദ്യം അമ്മയുടെ മുലപ്പാലില്ലാണ്ട് കുട്ടികൾ വലുതാവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയാണ് ഹെയർ സ്റ്റൈൽ ചിന്തിത്തരും. ഈ മുടി മതി നിനക്ക് വന്നിട്ട് അമ്മ ചിന്തിത്തരും. പെൺകുട്ടികൾക്ക് ജട ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പൂവും കൊന്തയൊക്കെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഇഷ്ട ഭക്ഷണം എന്താണെന്ന് പറയുമ്പോൾ അമ്മയോട് പറയുമ്പോൾ അമ്മ ഇഷ്ട ഭക്ഷണങ്ങളൊക്കെ അവന് വേണ്ടി മാത്രം, വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലെങ്കിലും ഇപ്പം ഈ മത്തി വലിയ കാര്യമായിട്ട് ഇവിടെ
ആർക്കും ഇഷ്ടമില്ല, അതിൻ്റെ മണം അടക്കം എൻ്റെ അമ്മക്ക് ഇഷ്ടമില്ലെങ്കിലും എനിക്ക് വേണ്ടി വെക്കുന്ന പറയണ പോലെ. അപ്പോൾ അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്. അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ എന്നെ സംഭവം കൂടെ നടന്നു എന്ന് അമ്മേനോട് പറയും. ഫസ്റ്റ് ഇയർ വരെ പറയും, സെക്കൻഡ് ഇയർ വരെ പറയും. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മ നീ എവിടെയാണ് ചോദിച്ചാൽ ഈ അമ്മേനെ കൊണ്ട് ഭയങ്കര ശല്യമായി, നീ എപ്പോഴാണ് വീട്ടിലേക്ക് വരിക ചോദിച്ചാൽ അത് ഭയങ്കര ശല്യമായി, നീ എന്താ അത് നീ എവിടെ പോയി ഇരിക്കുകയാണെന്ന് അമ്മ വീട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അമ്മ വലിയ ശല്യമായി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്രണ്ടും ലാസ്റ്റ് ശല്യമായി മാറുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കറിയായോ? കുറച്ച് ഇത്രേ ഉള്ളൂ, സിമ്പിള്. ഇതെൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ആ ഓർമ്മയ്ക്ക് ഒരു ഇത്തിരി ഉണ്ടാക്കിയതാണ്. ഇവരൊക്കെ കൂട്ടുകാർക്ക് അറിയില്ല, ഇത്ര മതി, ഇതന്നെ ചിലപ്പോൾ ബാക്കിയാവും. പിന്നെ മീൻ വറുത്ത പിന്നെ ആ വറുത്ത മീനും മോരും കൂട്ടിയിട്ടാണ് മറ്റേ അച്ഛൻ കഴിക്കുക. അച്ഛനും ഇങ്ങനെ വേണ്ട, കറിയൊന്നും വേണ്ട, മോരും അതും മതി. ഇവനാണെങ്കിൽ മീൻ വറുത്തതും ഒരു എന്തെങ്കിലും നമ്മൾ മെഴുക്ക് വരട്ടിട്ടാക്കുമല്ലോ, അതും കൂട്ടിയിട്ട് കഴിക്കുക. അപ്പൊ ഞാനൊരു കുറച്ച് വെച്ചതാണ്. പിന്നെ ആദ്യം ചോദിച്ച ചോദ്യത്തിന് അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് വേണം കേട്ടോ. എന്താ പറഞ്ഞ ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു ഫ്രണ്ട് ഉണ്ടാവും ബാല്യകാലത്ത്, അത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവും, നമ്മുടെ ശ്വാസമുള്ള കാലം വരെ നമ്മുടെ ഒപ്പം ഉണ്ടാവും. അത് ചുമ്മാ അങ്ങനെ ഉണ്ടാവും, വെറുതെ അങ്ങനെ ഉണ്ടാവും. അപ്പം അച്ഛനും അമ്മയും അമ്മയ്ക്ക് അച്ഛനും അവർ വെറുതെ അങ്ങോട്ട് നമ്മുടെ ശ്വാസം പോണ വരെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഞാനുണ്ട് നിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അച്ഛനോ അച്ഛനും അമ്മയും ഉണ്ടാവും. അങ്ങനെയല്ല, എന്താ അറിയോ, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നമ്മളിപ്പോ നിന്റെ അച്ഛന് സ്വഭാവം എൻ്റെ സ്വഭാവമാണ് ആണോ? അല്ല, വ്യത്യസ്തമായ ഇതിൽ നിന്ന് വന്നവരാണ്. പക്ഷെ എനിക്കും അതുപോലെ നിന്റെ അച്ഛൻ്റെ അതേ സ്വഭാവമാണ് എനിക്കിന്ന് പറയാൻ പറ്റും. ഇപ്പൊ വ്യത്യസ്ത സ്വഭാവക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ അമ്മയ്ക്കുള്ള ഇഷ്ടങ്ങളായിരിക്കില്ല അച്ഛൻ്റെ ഇഷ്ടം. അച്ഛന് എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല. എനിക്ക് മധുരം കുറവാണോ, അച്ഛന് ചായയിൽ മധുരം കൂടുതൽ വേണം. അതുകൊണ്ട് എനിക്ക് എരിവുള്ള പലഹാരങ്ങൾ ഇഷ്ടം, നിന്റെ അച്ഛനും മധുരമുള്ള പലഹാരങ്ങൾ. അങ്ങനെ പല കാര്യങ്ങളിലും അച്ഛന് ഇറച്ചി ഇഷ്ടമല്ല, മീൻ മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് പണ്ട് ഇറച്ചി മാത്രമേ ഇഷ്ടമുള്ളൂ, മീൻ പണ്ട് ഇഷ്ടമേ ഇല്ല. അങ്ങനെ പല സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഇഷ്ടാനിഷ്ടങ്ങൾ പലതും വ്യത്യാസമായിരിക്കും. അപ്പം നമ്മൾ പിന്നെ അതങ്ങോട്ട് മനസ്സിലാക്കും. കുറച്ച് കാലമൊക്കെ നമുക്ക് ഇതെന്താ ഇങ്ങനെയെന്നൊരു തോന്നലുണ്ടെങ്കിലും നമ്മൾ അതിന് പൊരുത്തപ്പെടും. കാരണം പണ്ടുള്ള ആൾക്കാർ നമ്മളോട് അങ്ങനെ പറഞ്ഞു തരാം, നിന്റെ ഇഷ്ടങ്ങളല്ല നിന്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെ ഇഷ്ടങ്ങളാണ് നിനക്ക് വലുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ അവർ പറഞ്ഞു തരുന്നതിനനുസരിച്ചാണ് ജീവിക്കുക. അപ്പം നമ്മളത് മനസ്സിലാക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് അതുപോലെ അവരും നമ്മളെ മനസ്സിലാക്കും. മനസ്സിലായോ? അവര് ചില ഇഷ്ടങ്ങൾ അവർക്ക് അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള അങ്ങനെ രണ്ടുപേരും വിട്ടുവീഴ്ചകൾ ചെയ്യും. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അത് വലിയൊരു ധാരണയായി മാറും. കാരണം വിട്ടുവീഴ്ചകൾ ആദ്യം ചെറുതായിട്ട് ചെയ്യും. അവിടെ ഇണക്കങ്ങളും പണക്കങ്ങളും, അയ്യോ ഇതിപ്പോ ആൾക്ക് ഇഷ്ടമില്ല, എനിക്കിഷ്ടമാണ്, അങ്ങനെ ഒരു ചെറിയൊരു സൗന്ദര്യ പണക്കൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നീട് അത് അങ്ങോട്ട് വിട്ടുകൊടുത്ത് അങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യില്ലേ, അതൊരു ധാരണയിലാവും. പിന്നെ അവളുടെ ഇഷ്ടങ്ങൾ ഇതാണ്, എൻ്റെ ഏട്ടൻ്റെ ഇഷ്ടം അതാണ്, അങ്ങനെ ഒരു തോന്നലുകൾ വരുമ്പോൾ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാവും. അപ്പോഴല്ലേ ഒരു സിൽവർ ജൂബിലി ഗോൾഡൻ ജൂബിലി അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറിയ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ചകളെ ചെയ്യാതെ അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല. ഒരുപാട് കാലം ശ്വാസം നിലനിൽക്കുന്ന വരെ നല്ല ഫ്രണ്ട്സും ആവാൻ പറ്റില്ല. പറ്റുമോ? അമ്മ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യും, അച്ഛൻ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യും. ആ വിട്ടുവീഴ്ചകൾ പിന്നെ ഒരു ചെറിയ കോംപ്രമൈസിലോടുകൂടി വീണ്ടും നിങ്ങളുടെ സ്നേഹത്തോട് കഴിയുമ്പോഴാണ് എന്നേക്കുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാവുക. ഒരാളുടെ ശ്വാസം നിലനിൽക്കുക, ഇഞ്ഞൊരാളുണ്ടാവും, ഇഞ്ഞൊരാളുടെ ശ്വാസം പോണ വരെ ഇഞ്ഞൊരാളുണ്ടാവും. അങ്ങനെ ഒരിക്കലും തീരാത്ത ഒരു ഫ്രണ്ട്ഷിപ്പായി മാറണമെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം ശരിയില്ല, എൻ്റെ സ്വഭാവം ശരിയില്ല, തിരിയാൻ പറ്റാത്തതാണ് പറഞ്ഞ് തിരിഞ്ഞു ഓടിപ്പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ഓട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവിതം ഒരു അഭിനയം മാത്രമായിരിക്കും. തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്തി തന്നെ ചെയ്യണം. തിരുത്താൻ തീരെ പറ്റാത്തതാണെങ്കിൽ തിരുത്താണ്ട് നമുക്ക് പോകാൻ പറ്റും. ഒരുവിധം തിരുത്താൻ പറ്റിയ ജീവിതങ്ങളാണ് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് അത് തിരുത്താൻ പറ്റാൻ തിരുത്തി കൊണ്ടുപോകുമ്പോൾ ശ്വാസം പോലെ നമ്മുടെ ഈ ശ്വാസം എങ്ങനെയാണോ നമ്മുടെ ജീവൻ പോണ വേരെയും ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും. അതായിരിക്കും നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ. അത് ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരേ ഒരു ഫ്രണ്ടായിരിക്കും, ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞോ? ഇത്ര കറി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെതാ ഒരു കുറച്ച് മീനും ഒരിത്തിരി ചാറും എടുത്തിട്ട് ചോറുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത മീനൊക്കെ ഉണ്ടാവുമല്ലോ അതും. പിന്നെ മീൻ ഇത്തിരി വറുത്ത് കൂടുതൽ വെച്ചാൽ ഇവിടെ ചെലവാകും. പക്ഷെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ചെലവാകും എന്ന് പറഞ്ഞാൽ കഴിയും. അല്ലെങ്കിൽ ഇന്നാള് കണ്ടില്ലേ, ആ പുഴമീൻ ഞാൻ ആകെ കുറച്ചാ വെച്ചുള്ളൂ.
അത് അവസാനം ഞാൻ കൊട്ടിക്കളയേണ്ടി വന്നു. പക്ഷെ എന്നാലും ചിലവാകുന്നുള്ള വാക്യം അത്ര ശരിയായില്ല. ഞാൻ വിചാരിച്ചു ഞാൻ അറിയാണ്ട് അമ്മ മീൻ കച്ചവടം നടത്തുന്നുണ്ടോന്ന്. അങ്ങനെയല്ല. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ എന്താ അച്ഛന് മോര് ഒന്ന് കാച്ചി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് കാച്ചി കൊടുക്കും. ഇത് എനിക്ക് ഇവനും കൂടിയിട്ടാണ്. ഇവൻ ചിലപ്പോൾ അതിന് 2 മീൻ കഴിക്കും, ഒരിത്തിരി ചാറ് വറുത്തതാ വെക്കുള്ളൂ. പിന്നെ ഞാനൊന്ന് ക്യാബേജ് തോരൻ വയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം. വരണോ? ഇത് സിമ്പിൾ കറി തന്നെ, ഒന്നുമില്ല, സവോള ഇല്ല, ഉള്ളി ഇല്ല. ആ കണ്ണ് തുറന്നാലും ഒരു കണ്ണിങ്ങനെ അടിക്കുമ്പോൾ അമ്മ കണ്ണെടുത്ത് സംസാരിക്കും പോലെ ഉണ്ട്. അല്ല, ഉരുവ നമ്മള് സാധാരണ മീനിലില്ലേ, അത്ര തുറക്കണ്ട, ആൾക്കാർ പേടിക്കും. ഉരുവ, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെ എല്ലാം ഇട്ട്, സവോള, ചെറിയുള്ളിയൊക്കെ ഇടില്ലേ, കുറെ എണ്ണയൊക്കെ ഒഴിച്ച് താളിക്കില്ലേ, അങ്ങനെയുള്ള വറ്റിക്കലല്ലാതെ ഇത് കുറച്ച് മുളക് കൂടെ അരക്കുക, അതിന് 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇടുക, കുറച്ച് കൂടി ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വെച്ച് ഇത്തിരി വെളിച്ചെണ്ണയും തൂവി കൊടുക്കുക. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അത് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. സത്യത്തിൽ ടേസ്റ്റ് വേണ്ട, ഞാൻ സത്യം വിശ്വസിക്കില്ല. ഞാൻ സത്യമായിട്ട് കഴിച്ചിട്ട് പറയാം. നന്നായിരിക്കും. നോക്കട്ടെ എന്നിട്ട് പറയാം. ആയിക്കോട്ടെ. ഇത് നമ്മുടെ മാന്തളൊക്കെ, ഉണക്ക മാന്തളൊക്കെ ഇങ്ങനെ വറ്റിക്കില്ല, അത് ഇതേപോലെയാണ്. അത് നീ കൂട്ടുമല്ലോ, അപ്പൊ പിന്നെ എന്ത് കൂട്ടാം? ഉണക്ക മാന്തള ഇതേപോലെ അതാണോ അത്? അതിന്റെ ഉണക്ക മാന്തള മുളകുശ്യം എന്താ പറയില്ലേ, അങ്ങനെയാണ് പാലക്കാട്ടുകാർ പറയാ. നമ്മളിത് മുളകിട്ടത് എന്നൊക്കെ എല്ലാരും പറയണോണ്ട് മുളകിട്ടത്. നമ്മുടെ അങ്ങോട്ട് പാലക്കാടും അല്ല, അങ്ങോട്ട് തൃശ്ശൂർ അല്ലാത്തതുകൊണ്ട് എന്തറിയോ, മത്തി മുളകുശ്യം, അയില മുളകുശ്യം, മാന്തള മുളകുശ്യം എന്നൊക്കെയാണ് അമ്മ പറയാ. എന്റെ അമ്മ അതും പറയില്ല. അമ്മ വായി ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ എണ്ണയിലൊക്കെ താളിക്കില്ലേ പിന്നീട്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ വരുമ്പോ നമ്മുടെ എണ്ണയിലൊക്കെ താളിക്കുന്നത് കാണുമ്പോ ഇത് എന്തിനാ കുട്ടീടെ ഈ എണ്ണയിലൊക്കെ അങ്ങനെ താളിക്കുന്നത്, ഇത്രയും എണ്ണയൊക്കെ എന്തിനാന്ന് പറയും. കാരണം അവരൊന്നും എണ്ണയിൽ താളിക്കുന്ന പരിപാടിയില്ല. അവരെല്ലാം മുളക് ഇങ്ങനെ തിരുമ്പി വേവിക്കുക, അവസാനം ചിലത് മാത്രമേ വറവുള്ളൂ, ചിലത് അവർ എണ്ണ അങ്ങനെ തൂവി കൊടുക്കുള്ളൂ. അപ്പൊ അവർക്കൊക്കെ 1 ലിറ്റർ എണ്ണ ഉണ്ടെങ്കിൽ എത്രയോ ദിവസങ്ങൾ വരും, എണ്ണ കഴിയുകയില്ല. എണ്ണ കൂടുതൽ ഉപയോഗിക്കും. അന്നുള്ള ആൾക്കാര് താളിക്കൽ അവസാനം കുറച്ച് എണ്ണയിലാണ്. ഇന്നിപ്പോ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് ആദ്യം സവോള മൂപ്പിച്ച് വെളുത്തുള്ളി അങ്ങനെയൊക്കെ അല്ലേ. പണ്ടുള്ളവരൊന്നും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അവരുടെ കറിയായിരുന്നു കൂടുതൽ ടേസ്റ്റ്. അതെ, പണ്ടുള്ള അവരുടെ കറി അമ്മക്ക് ടേസ്റ്റ്, ഭയങ്കര മണമായിരിക്കും. ഇപ്പോഴുള്ള അമ്മയുടെ കറി എനിക്ക് ടേസ്റ്റ്. ഈ അമ്മ കറിയൊക്കെ വെച്ചിട്ട് അവസാനം ഒരു ചെറുള്ളി അരിഞ്ഞിട്ട് താളിക്കില്ലേ, ആ സമയത്ത് നമ്മൾ എത്ര ദൂരത്തേക്ക് അതിന്റെ മണം കേൾക്കും. പക്ഷെ ഒന്നാലോചിക്കണം, അത്ര ദൂരത്തേക്ക് മണമൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇതൊരു വീഡിയോ ആണ്, ഇത് ഇന്ന് കുറച്ചായി നിർത്തലാണ്. അമ്മ ഈ പണ്ട് STD ബൂത്തിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് 2000 രൂപ ബില്ലാവണ വരെ 5000, 7000, ലാസ്റ്റ് 15000 ആയപ്പോഴാണ് അച്ഛൻ എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞത്. ഫോൺ കട്ട് ചെയ്ത് വെച്ചു അച്ഛൻ. അതുപോലെയാണ് ഇപ്പം അമ്മ വീഡിയോ. നമ്മുടെ ഇനിയുള്ള കഥകൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞാലോ എന്ന് ചെറിയൊരു അല്ല, എൻ്റെ ഒരു നിബന്ധനയാണ്, അല്ല എന്താ പറയാന്, റിക്വസ്റ്റ് ആണ്. പ്ലീസ് അടുത്ത വീഡിയോയിൽ പറഞ്ഞാൽ പോരെ അമ്മ? അത് സാരില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ അമ്മ, ബായ്. ഞാൻ എന്തിനാ ബായ് പറഞ്ഞു? ഞാൻ എവിടേക്ക് പോകാനാ? അത് ശരി.